മാരേജിൽ ഫിസിക്കൽ ഇൻറ്റിമസി അല്ലെങ്കിൽ സെക്സ് അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്? ഒരു മാരേജിൽ ഈ ഒരു ഫിസിക്കൽ ഇൻറ്റിമസി ഇല്ലാതാവുന്ന സമയത്ത് ശരിക്കും അവിടെ എന്താണ് സംഭവിക്കുന്നത്? പല മാരേജസിലും ഈ ഒരു ഫിസിക്കൽ ഇൻറ്റിമസി എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം ഡിസപ്പിയർ ചെയ്യുന്ന ഒരു കാര്യമല്ല. സ്ലോലി അത് മെല്ലെ മെല്ലെ ആ റിലേഷൻഷിപ്പ് പ്രോഗ്രസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഫേഡ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഫ്രീക്വൻസി കുറയുന്നു, ആൾക്കാരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കൂടുന്നു. അതിനെക്കുറിച്ച് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് വി ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. ചുറ്റിപ്പറ്റി കുറേ സൈലൻസ് ഉണ്ട്. സ്ലോലി അത് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുന്ന, അതിനെക്കുറിച്ച് ചർച്ച പോലും ചെയ്യാത്തൊരു ടോപ്പിക്കായി മാറുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സെക്സ്ലെസ് മാരേജിനെ കുറിച്ചാണ്. വൈ ഇറ്റ് ഹാപ്പൻസ് ആൻഡ് വാട്ട് വി ക്യാൻ ഡു അബൌട്ട് ഇറ്റ്. ഒരു റിലേഷൻഷിപ്പിൽ ഇൻറ്റിമസി ഇല്ലാതാവുന്നത് വളരെ കോമൺ ആയി കണ്ടുവരുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ വളരെ റെയർ ആയിട്ടായിരിക്കും ഈ കാര്യത്തെക്കുറിച്ച് തുറന്നു പറയുന്നതും സംസാരിക്കുന്നതും ഡിസ്കസ് ചെയ്യുന്നതും ഒക്കെ. പക്ഷെ അതിനുള്ള കറേജൊക്കെ എടുത്ത് നമ്മൾക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളെടുത്ത് നമ്മളിത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് പലപ്പോഴും ആ ഒരു നമ്മൾ പറയുന്ന കാര്യങ്ങളെ ഡിസ്മിസ് ചെയ്യുക അല്ലെങ്കിൽ വാലിഡേറ്റ് ചെയ്യാതെ വിടുകയാണ് ചെയ്യുക. പലപ്പോഴും ആൾക്കാർ പറയുന്നൊരു കാര്യമാണ്, കല്യാണം കഴിഞ്ഞ് കുറച്ചൊക്കെ ആകുമ്പോൾ ഇങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ അറേഞ്ച് മാരേജ് അല്ലേ അത് അങ്ങനെ തന്നെയാണ്, കുട്ടികളായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശേഷം ആ ഒരു ഇൻറ്റിമസി ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ എന്താണ് അവിടെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ ഇതാണ് എൻ്റെ റിയാലിറ്റി, ഇങ്ങനെ തന്നെ ഇനി ജീവിക്കേണ്ടി വരും എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ റിലേഷൻഷിപ്പിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ അവിടെ രണ്ട് സൈഡ് ഉണ്ട്. ഒരാൾക്ക് സ്റ്റിൽ ഇൻറ്റിമസി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, അപ്പുറത്തെ ആൾ അതിന് റെഡി അല്ലാത്ത ഒരാളുണ്ട് അല്ലേ. അപ്പോൾ ഈ റെഡി അല്ലാത്ത ആൾക്ക് ചിലപ്പോൾ എന്തായിരിക്കും അവിടെ ഫീൽ ചെയ്യുന്നത്? അവർ ചിലപ്പോൾ അതിന് ഞാൻ കംപ്ലീറ്റ്ലി റെഡി ആയിട്ടില്ല, ഐ എം നോട്ട് റെഡി ഫോർ ഇറ്റ് എന്നുള്ളതായിരിക്കാം. അല്ലെങ്കിൽ അവർക്ക് അതിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരായിരിക്കാം. അല്ലെങ്കിൽ ആ ഒരു കംഫർട്ടബിൾ സ്പേസ് വേണം ആ ഒരു ഇൻറ്റിമസി ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനുള്ള. ആ ഒരു സ്പേസ് ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ ഉണ്ടാവില്ല. സെക്സ് അല്ലെങ്കിൽ ഇൻറ്റിമസി എന്ന് പറയുന്നത് ജസ്റ്റ് ആ ഒരു ആക്ടിൻ്റെ മേലല്ല നമ്മൾ ശരിക്കും റിലേഷൻഷിപ്പിൻ്റെ കേസിൽ ഫോക്കസ് ചെയ്യേണ്ടത്. പലപ്പോഴും അത് നമുക്ക് നമ്മുടെ ലവ് എക്സ്പ്രസ് ചെയ്യാനും, അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ വേർത്താണ്, ഞാൻ വാല്യൂഡ് ആണ്, ഡിസയേർഡ് ആണ് എന്നൊക്കെ തോന്നുന്ന ആ ഒരു ബോണ്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമായിട്ടാണ് പലപ്പോഴും റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ മാരേജസിൽ നമ്മൾ സെക്സിനെ കാണുന്നത്. അപ്പോൾ ഇതൊരു വ്യക്തി ആ റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ആ ഒരു നീഡ് അവിടെ സാറ്റിസ്ഫൈ ആവുന്നില്ല റിലേഷൻഷിപ്പിൽ എന്നുള്ള ഒരു കേസിൽ അവർക്ക് പലപ്പോഴും ഒരു റിജക്ഷൻ ഫീൽ ചെയ്യും, അല്ലെങ്കിൽ എന്തോ ഒന്ന് മിസ് ചെയ്യുന്നുണ്ട്, എന്നെ ഇനി ഇവർക്ക് ഇഷ്ടമല്ലേ, അല്ലെങ്കിൽ എന്നെ അവർക്ക് വേണ്ടേ എന്നുള്ള രീതിയിലുള്ള പല ക്വസ്റ്റ്യൻസും വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓൺ ദി അതർ ഹാൻഡ് ഇതിന് റെഡി അല്ലാത്ത അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് അല്ലാത്ത ആ ഒരു പാർട്ട്ണറിന് തോന്നുന്ന ഒരു ഇമോഷണൽ ഡിസ്കണക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നം റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഒരു ഗിൽറ്റ് ഉണ്ടാവാം അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് തന്നെ പുറത്ത് പ്രകടമായിട്ട് നമുക്ക് വലിയൊരു ഇഷ്യൂ കാണുന്നില്ലെങ്കിലും ആ റിലേഷൻഷിപ്പിൽ ഇതൊരു ഇൻവിസിബിൾ ആയിട്ടുള്ള ടെൻഷൻ ബിൽഡ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻസ് ഈ ഒരു കാര്യത്തിൽ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് നമ്മുടെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. പലപ്പോഴും ഇപ്പോൾ പുരുഷന്മാർ സെക്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് ആവുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പം സംസാരിക്കുമ്പോൾ ഒക്കെ അതിന് അത്ര രീതിയിൽ സ്റ്റിഗ്മ നമ്മൾ കാണാറില്ല. ഓക്കെ, അത് നോർമലാണ്, അവർക്ക് ഇങ്ങനത്തെ വികാരങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുക. പക്ഷേ ഗേൾസിൻ്റെ അല്ലെങ്കിൽ വിമൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റി എവിടെ ഒരു സ്റ്റിഗ്മ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണോ ചിന്തിക്കുന്നത്, അയ്യേ അങ്ങനത്തെ രീതിയിലൊരു സ്റ്റിഗ്മ കാണിക്കുന്നത് കൊണ്ട് തന്നെ പല ആൾക്കാർക്കും ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ഇൻറ്റിമേറ്റ് ആവാനുള്ള ഒരു സ്പേസ് കംഫർട്ടബിൾ ആയി തോന്നില്ല. അവർ തന്നെ അവരുടെ ക്യാരക്ടറിനെ ജഡ്ജ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇൻറ്റിമസി നമ്മളെ കൾച്ചറിൽ പഠിപ്പിക്കുന്ന മെന്നിനെയും വുമനെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള നീഡ്സിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മെന്നിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് ഒരു കണക്ഷൻ ഫീൽ ചെയ്യാൻ അല്ലെങ്കിൽ വാല്യൂഡ് ആണ് എന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഒരു ഇൻറ്റിമസീൻ്റെ ആസ്പെക്റ്റ് അവർ നോക്കുന്നത്. ഗേൾസിൻ്റെ കേസ് ആണെങ്കിൽ കുറച്ചും കൂടി ഒരു ഇമോഷണൽ കണക്ഷനാണ്, അവിടെ ഒരു നമ്മളെ മനസ്സിലാക്കുന്ന ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നത്, അങ്ങനെ കുറച്ചും കൂടി ഒരു ഇമോഷണൽ രീതിയിലായിരിക്കും അവർ ഇൻറ്റിമസീനെ കാണുന്നത്. ഈ ഒരു കേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ റിലേഷൻഷിപ്പിൽ ഒരു ഇൻറ്റിമസി ഇല്ലാതാവുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ അതിനെടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ അതായത് എന്നെ ഇഷ്ടമല്ല അല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിലായിരിക്കും. അതിൻ്റെ അപ്പുറമായിട്ട് എന്താണ് ലൈക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണറിന് എന്താണ് ഈ ഇൻറ്റിമസിയിൽ താല്പര്യമില്ലാത്തത് എന്ന് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ആ ഒരു അസംഷനാണ് റിലേഷൻഷിപ്പിനൊരു റോങ് റോഡിലേക്ക് കൊണ്ടുപോകുന്നത്. ചിലപ്പോൾ അത് ജസ്റ്റ് ഒരു നിങ്ങളോടൊരു ഇഷ്ടമില്ലായ്മ അല്ലെങ്കിൽ നിങ്ങളോട് ഇൻട്രസ്റ്റ് ഇല്ലായ്മ ആയിരിക്കില്ല, പല എക്സ്പീരിയൻസസ് ആയിരിക്കും അവർക്ക് ആ ഒരു സെക്ഷൽ ഏർജ് ഇല്ലാതിരിക്കാനുള്ള കാരണം. ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ അവർക്കൊരു ഡിക്രീസ്ഡ് ആയിട്ടുള്ള ലിബിഡോ അല്ലെങ്കിൽ സെക്ഷൽ ഏർജ് ഉള്ള ആൾക്കാരായിരിക്കും. ബയോളജിക്കലി തന്നെ അവർ അങ്ങനെയായിരിക്കും ബിൽഡ് ചെയ്തിട്ടുണ്ടാവുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും എക്സെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതായത് അവർക്ക് സെക്ഷൽ ആയിട്ടുള്ള ആക്സിലൊന്നും താല്പര്യമില്ലാത്ത എക്സെക്ഷൽ ആയിട്ട് ജീവിക്കാൻ താല്പര്യമുള്ള ആൾക്കാരായിരിക്കാം. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ്, അതായത് ചൈൽഡ്ഹുഡിലോ അല്ലെങ്കിൽ അവരുടെ മുന്നേ
ജീവിച്ചിരുന്ന സമയത്ത് അതിലുണ്ടായിരുന്ന എന്തെങ്കിലും എബ്യൂസോ അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു സ്പേസിലേക്ക് വരാനായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. പിന്നെ സ്ട്രെസ്സ്, ബേൺ ഔട്ട് അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള സമയത്ത് നമുക്കറിയുന്ന ഒരു കാര്യം തന്നെയാണ്, വെൻ വി ആർ ഗോയിങ് ത്രൂ സംതിങ് വെരി ബിഗ്, നമുക്ക് ഇങ്ങനെയുള്ള ഒരു കംഫർട്ടബിൾ സ്പേസിലേക്ക് നമ്മൾ കൊണ്ടുവരാനോ അല്ലെങ്കിൽ അത് എൻജോയ് ചെയ്യാനോ ഒന്നും പറ്റുന്നുണ്ടാവില്ല. പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പാർട്ട്ണറിൻ്റെ സെക്ഷൽ ഓറിയൻറ്റേഷൻ. പലപ്പോഴും കല്യാണത്തിൻ്റെ മുന്നേ തന്നെ അവർക്ക് അറിയുന്നുണ്ടാവും, അതായത് എൻ്റെ സെക്ഷൽ ഓറിയൻറ്റേഷൻ ഡിഫറെൻ്റ് ആണ് എന്നുള്ളത്. പക്ഷെ നമ്മുടെ ഫാമിലീൻ്റെയും സൊസൈറ്റീൻ്റെയും ഒക്കെ പ്രഷർ കാരണം അവർ ഫോഴ്സ് ചെയ്യപ്പെടുകയാണ് മാരേജിലേക്ക്. ഇപ്പോൾ മമ്മൂട്ടിയുടെ ഒരു മൂവി ഉണ്ട് കാതൽ എന്ന് പറയുന്നത്, അതിൽ തന്നെ ആൾക്കറിയാം ആൾ ഹെറ്ററോസെക്ഷൽ അല്ല എന്നുള്ളത്. പക്ഷേ ഫാമിലീൻ്റെ ഒരു പ്രഷർ കാരണം മാരേജിലേക്ക് വരുന്നുണ്ട്, കുട്ടിയൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ഹീ ഈസ് നോട്ട് ഏബിൾ ടു ബി പ്രസൻറ്റ് ഇൻ ദ റിലേഷൻഷിപ്പ്. ഒരു സെക്ഷൽ ആക്ടിനാണെങ്കിലും ഒരു പേഴ്സണായിട്ട് ആ റിലേഷൻഷിപ്പിൽ ഒരു ഇമോഷണൽ കണക്ഷൻ കൊടുക്കാനൊന്നും മമ്മൂട്ടിക്ക് കഴിയുന്നില്ല. ഇനി ഇതല്ലാതെ നമ്മൾ കാണുന്നൊരിതാണ്, അവർക്ക് കല്യാണത്തിന് മുന്നേ അറിയുന്നുണ്ടാവില്ല അവരുടെ സെക്ഷൽ ഐഡൻറ്റിറ്റി, ഓറിയൻറ്റേഷൻ എന്താണെന്നുള്ളത്. അത് അവർ എക്സ്പ്ലോർ ചെയ്യുന്നത് ആഫ്റ്റർ മാരേജ് ആയിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലും നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെയുള്ള ഡിഫറൻസസ് കാണാറുണ്ട്. പലപ്പോഴും ഇതെപ്പോഴും റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നമായി മാറുന്നത്, അതായത് ഈ ഇൻറ്റിമസി ഇല്ലാത്ത സമയത്ത് അത് റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നമായി മാറുന്നത് നമ്മളത് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുമ്പോഴാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാതെ ഇരിക്കുമ്പം, അത് ഭയങ്കര സൈലൻ്റ് ആയിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത്, അത് അവോയ്ഡ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അത് റിലേഷൻഷിപ്പിലേക്ക് ഒന്നിലേക്ക് മീൽഡ് ചെയ്യുന്നില്ല. അവിടെ ടെൻഷൻ കൂടുകയാണ് ചെയ്യുക, റെസെൻമെൻറ്റ് മെല്ലെ മെല്ലെ ബിൽഡ് ചെയ്ത് വന്ന് എല്ലാ ചെറിയ കമ്മ്യൂണിക്കേഷൻ വരെ സ്ട്രെയിൻഡ് ആവുകയും റിലേഷൻഷിപ്പിൽ അത് വളരെ നെഗറ്റീവായി ഇമ്പാക്ട് ചെയ്യാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടി ഡീപ്പർ ലെവലിലേക്ക് പോയിട്ട് വൈ ദിസ് ഈസ് ഹാപ്പനിങ് അല്ലെങ്കിൽ വാട്ട് ഈസ് ദ റൂട്ട് കോസ് എന്നുള്ള രീതിയിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ചിലപ്പോൾ അതൊരു ഇമോഷണൽ ഡിസ്കണക്ഷൻ ആയിരിക്കാം. ഈ ഒരു ഇമോഷണൽ ഡിസ്കണക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇമോഷണലി ആ വ്യക്തിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആ വ്യക്തിക്ക് അങ്ങനെയാണോ നമുക്കറിയില്ല, ബട്ട് സ്റ്റിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു ഇമോഷണലി ഉണ്ടാകുന്ന കണക്ഷൻ ഏത് മാരേജ് ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻറ്റിമസിയിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു ഇമോഷണൽ കണക്ഷൻ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. സോ ആ ഒരു ഇമോഷണൽ ഡിസ്കണക്ഷൻ ഫീൽ ചെയ്യുകയാണെങ്കിൽ തന്നെ ആ ഒരു ആക്ട് ഓഫ് സെക്സ് അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് ആവുക എന്ന് പറയുന്നത് ചിലപ്പോൾ അവിടെ ഒരു റൂട്ട് കോസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള കാരണമാകും. സെക്കൻഡ് റൂട്ട് കോസ് ആവാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് അൺറിസോൾവ്ഡ് ആയിട്ടുള്ള കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ മാരേജസിൽ കാണുന്ന ഒരു കാര്യമാണ്, വലിയൊരു പ്രശ്നമാണെങ്കിലും ചെറിയൊരു പ്രശ്നമാണെങ്കിലും അതിനെ ഇരുന്ന് സംസാരിക്കുക അല്ലെങ്കിൽ അതിനെ എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യണം, രണ്ടാളുടെയും പേഴ്സ്പെക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് ഡിസ്കഷൻ വളരെ കുറവായിട്ടാണ് കാണാറുള്ളത്. ചിലപ്പോൾ ഒരാൾക്ക് അതിനെക്കുറിച്ച് സംസാരിക്കണം എന്നുണ്ടാവും, പക്ഷേ പല ആൾക്കാരും അതിനെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യാതെ അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ പോകുന്ന സമയത്ത് ഓവർ ദ ടൈം ഈ ഒരു കോൺഫ്ലിക്റ്റ് ചിലപ്പോൾ ഒരാളെ മനസ്സിൽ റിസോൾവ് ആയിട്ടുണ്ടാവില്ല. അത് റിസെൻമെൻറ്റ് ബിൽഡ് ചെയ്യാനും ആ വ്യക്തിനോട് മനസ്സിൽ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാനും ആ ഒരു കണക്ഷൻ അത് ഇമ്പാക്ട് ചെയ്യാനുള്ള ചാൻസസും കൂടുതലാണ്. തേർഡ് വൺ, ഫീലിംഗ് അൺഹേർഡ് അല്ലെങ്കിൽ അൺഅപ്രിഷിയേറ്റഡ് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ റിലേഷൻഷിപ്പിൻ്റെ കേസിൽ പറയുന്ന ഒരു കാര്യമാണ് അപ്രിസിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, മനസ്സിലാക്കുക, അവരുടെ ഇമോഷൻസിനെ വാല്യൂ ചെയ്യുക, അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുക, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ പല റിലേഷൻഷിപ്പിലും അവർ ചെയ്യുന്ന ആക്ടുകൾ അപ്രിഷിയേറ്റ് ചെയ്യപ്പെടുന്നില്ല, അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല, അല്ലെങ്കിൽ അവർ പറയുന്ന ഇമോഷൻസിനെ വാല്യൂ ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരു ഫീലിംഗ് നമ്മൾ അപ്പുറത്താക്ക് റിലേഷൻഷിപ്പിൽ കൊടുക്കുന്ന സമയത്ത് അവർ ആ കാര്യങ്ങൾ ചെയ്യുന്നത് കുറയുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. സ്ലോലി ആ ഒരു ഇമോഷണൽ കണക്ഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഒരു ബോണ്ടിങ്ങും കുറയുന്നതായി കാണും. പിന്നെ ഒരു ലാക്ക് ഓഫ് ഇമോഷണൽ സേഫ്റ്റി ആയിരിക്കാം അതിൻ്റെ കോസ്. പലപ്പോഴും റിലേഷൻഷിപ്പിൽ നമ്മളുടെ ഇമോഷൻസ് സേഫാണ്, അതായത് എനിക്ക് വൾണറബിൾ ആവാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് എൻ്റെ പാർട്ട്ണറിൻ്റെ അടുത്ത് നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ആ കണക്ഷൻ വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ കാണാറുണ്ട്. പക്ഷേ അവിടെ ഒരു ഫിയർ ഓഫ് ജഡ്ജ്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഇമോഷൻസിന് തീരെ വാല്യൂ ചെയ്യില്ല, എനിക്ക് വേണ്ട രീതിയിൽ എന്നെ വാലിഡേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവിടെ എൻ്റെ ഇമോഷൻസ് ഒട്ടും സേഫ് അല്ല എന്നുള്ളൊരു ഫീലിംഗ് റിലേഷൻഷിപ്പിൽ കൊണ്ടുവരികയാണെങ്കിൽ തന്നെ ഈ ലോങ് ടേമിലേക്ക് പോകുന്ന സമയത്ത് ആ കണക്ഷൻ അത് ഡിസ്റ്റർബ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്രത്തോളം ഹെൽത്തി ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ടീം ഓഫ് സൈക്കോളജിസ്റ്റ് ഒരു റിലേഷൻഷിപ്പ് അസസ്മെൻ്റ് ആയിട്ടുള്ളൊരു ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്രത്തോളം ഹെൽത്തി ആണ്, അതിൻ്റെ ഒരു റിയാലിറ്റി മനസ്സിലാക്കാൻ നിങ്ങളത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ കൂടുതലായിട്ടുള്ള റിലേഷൻഷിപ്പ് ആൻഡ് മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് കോണ്ടന്റിനായിട്ട് സബ്സ്ക്രൈബ് ടു അവർ പേജ്. താങ്ക് യു.